ഹിമാചൽ പ്രദേശിലെ ഷിംലയിലെ രാംപൂരിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ 2 മരണം, 36ഓളം പേരെ കാണാതായവരുടെ എണ്ണം ഇതിലും കൂടുതലാവാം എന്നാണ് റിപ്പോർട്ടുകൾ. 17 സ്ത്രീകളെയും 19 പുരുഷന്മാരെയുമാണ് കാണാതായിരിക്കുന്നത്. സമേജ് കണ്ടിലെ ജലവൈദ്യുത നിലയത്തിന് സമീപമാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. ദുരന്ത നിവാരണ സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രദേശത്തേക്കുള്ള റോഡ് സംവിധാനം താറുമാറായി. രക്ഷാദൌത്യത്തിനുള്ള സംഘം കാൽനടയായി എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. ഷിംലയിൽ നിന്ന് 125 കിലോമീറ്റർ അകലെയുള്ള മണ്ടിയിലും മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തു. മഴയിൽ നിരവധി വീടുകളും റോഡുകളും ഒലിച്ചു പോവുകയും 2 ജലവൈദ്യുത പദ്ധതികൾ തകരുകയും ചെയ്തു. പുലർച്ചെ 1 മണിയോടെയാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. റോഡുകൾ ഒലിച്ചുപോയതിനാൽ രക്ഷാപ്രവർത്തനം വെല്ലുവിളിയാണ്. കനത്ത മഴയിലും മേഘവിസ്ഫോടനത്തിലും സംസ്ഥാനത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് റവന്യൂ മന്ത്രി ജഗന്നാഥ് സിംഗ് നേഗി പറഞ്ഞു. 4 മോട്ടോറബിൾ പാലങ്ങളും നടപ്പാലങ്ങളും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു. ജൂലൈ 31 രാത്രി മാണ്ഡി ജില്ലയിലെ പതറിലെ തലുത്കോട്ട് പ്രദേശത്തുണ്ടായ മറ്റൊരു മേഘവിസ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും 9 പേരെ കാണാതാവുകയും ചെയ്തു. ബിയാസ് നദി കരകവിഞ്ഞൊഴുകുന്നതിനാൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാത പലയിടത്തും തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ തേഹ്രി ഗർവാളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 2 പേർ മരിച്ചു, 3 പേരെ കാണാതായി. ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.